ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ഓഫീസിൽ നിന്നുള്ള കോളുകളും മെസ്സേജുകളും നിങ്ങളെ പിന്തുടരാറുണ്ടോ? രാത്രി വൈകിയോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ ബോസിൻ്റെ ഇമെയിൽ വരുന്നത് കണ്ട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടാറുണ്ടോ? എങ്കിൽ ലോകമെമ്പാടും ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു അവകാശത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് റൈറ്റ് ടു ഡിസ്കണക്ട് അഥവാ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവകാശം. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ നിശ്ചിത ജോലി സമയം കഴിഞ്ഞാൽ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ ആശയവിനിമയങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ഒരു ജീവനക്കാരന് നൽകുന്ന അവകാശമാണിത്. അതായത് ഔദ്യോഗിക സമയം കഴിഞ്ഞാൽ വരുന്ന ഇമെയിലുകൾക്കോ വാട്സപ്പ് മെസ്സേജുകൾക്കോ മറുപടി നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല എന്ന് സാരം. അവധി ദിവസങ്ങളിലും വിശ്രമവേളകളിലും വരുന്ന ജോലി സംബന്ധമായ കോളുകൾ നിരസിക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഫോൺ എടുക്കാത്തതിൻ്റെയോ മെയിലിന് മറുപടി നൽകാത്തതിൻ്റെയോ പേരിൽ ജീവനക്കാരനെതിരെ യാതൊരുവിധ അച്ചടക്ക നടപടികളും എടുക്കാൻ കമ്പനിക്ക് അനുവാദമില്ല എന്നതാണ്. ഇത് നിങ്ങളുടെ സ്വകാര്യതയും വിശ്രമിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിയമം ഇന്ന് അത്യന്താപേക്ഷിതമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജോലി ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ജീവിതം മുഴുവൻ ജോലിയല്ല. ജോലിയും കുടുംബജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ വ്യക്തമാക്കാൻ ഈ അവകാശം നമ്മളെ സഹായിക്കുന്നു. 24 മണിക്കൂറും ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നതും എപ്പോഴും ലഭ്യമായിരിക്കണമെന്ന് നിർബന്ധിക്കുന്നതും വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിനും ബേൺഔട്ടിനും കാരണമാകുന്നുണ്ട്. എന്നാൽ കൃത്യമായ വിശ്രമം ലഭിക്കുന്ന ഒരു ജീവനക്കാരൻ ജോലിയിൽ കൂടുതൽ മിടുക്കനും കാര്യക്ഷമതയുള്ളവനുമായിരിക്കുമെന്നാണ് വാസ്തവം. ലോകത്തെ പല വികസിത രാജ്യങ്ങളും ഇതിനോടകം ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. 2017 ഈ നിയമം കൊണ്ടുവന്ന ലോകത്തെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. ഏറ്റവും പുതിയ വാർത്ത 2024 ഓഗസ്റ്റിൽ ഓസ്ട്രേലിയയും ഈ നിയമം കർശനമായി നടപ്പിലാക്കിയെന്നതാണ്. ഇവിടെ ജോലി സമയം കഴിഞ്ഞാൽ ബോസിൻ്റെ കോള് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ജീവനക്കാരനെ ശിക്ഷിക്കാൻ കമ്പനിക്ക് കഴിയില്ല. ഇന്ത്യയിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ ഇതിനായി പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പാർലമെൻറ്റിൽ ഇതിനായി സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വരും കാലയളവിൽ നമ്മുടെ നാട്ടിലും ഇതിന് വലിയ പ്രാധാന്യം ലഭിക്കുമെന്ന് ഉറപ്പാണ്.